ഹായ് ഓൾ. സോ അപ്പം മെയ് 17-ന് കീം എക്സാംസ് ആണ്. അപ്പോൾ കീം എക്സാമിന് നിങ്ങൾ എല്ലാവരും നല്ല അടിപൊളിയായി പ്രിപ്പയർ ചെയ്ത് വരികയാണെന്നറിയാം. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ വീഡിയോയിലൂടെ വരുന്നത്. അപ്പോൾ അതിന് മുമ്പായി ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരും നല്ല ഫോക്കസ് ചെയ്ത് തന്നെ എക്സാംസ് എഴുതാൻ ശ്രമിക്കുക. എക്സാം മെയ് 17-നാണ്. മെയ് 17-ൻ്റെ ടൈമിംഗ് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കറിയാം 2 പേപ്പറുകളാണ് എക്സാമിനുള്ളത്. പേപ്പർ 1 ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആണ്. പേപ്പർ 2 എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ആണ്. സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പേപ്പർ 1 ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും 10 മണി മുതൽ 12:30 വരെയാണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ ബ്രേക്ക് ഉണ്ടാവും. ആ സമയത്ത് നിങ്ങളുടെ ലഞ്ച് എല്ലാം കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് 2:30 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് മാത്തമാറ്റിക്സിൻ്റെ എക്സാം. അപ്പോൾ ഇങ്ങനെ 2 സെറ്റായിട്ടായിരിക്കും എക്സാംസ് നടത്തുക. അപ്പോൾ അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണമാണ്. മൊത്തമേ ടോട്ടൽ ഓഫ് 240 ക്വസ്റ്റ്യൻസ് ആണ് ഒരു എഞ്ചിനീയറിംഗിന് അപ്പിയർ ചെയ്യുന്ന വിദ്യാർത്ഥി ഫേസ് ചെയ്യേണ്ടത്. ആ 240-ൽ 120 ക്വസ്റ്റ്യൻസ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി പേപ്പർ 1-ൽ നിന്നും ബാക്കി 120 ക്വസ്റ്റ്യൻസ് മാത്തമാറ്റിക്സിൽ നിന്നുമായിരിക്കും വരിക. അപ്പം ഈ 120 ക്വസ്റ്റ്യൻസിൽ ഉറപ്പായിട്ടും 5 ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക. നിങ്ങളിപ്പോൾ കീമിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കാണും. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. 5 ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങളുടെ OMR-ലും അതേപോലെ തന്നെ 5 ഓപ്ഷൻസ് ആണുള്ളത്. ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ നിങ്ങൾക്ക് 4 മാർക്കും, തെറ്റായാൽ നെഗറ്റീവ് മാർക്കുമാണ്. ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാർക്കൊന്നും നഷ്ടപ്പെടില്ല. ഇങ്ങനെയാണ് നമ്മുടെ സ്കോറിംഗ് അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പം ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിൽ 120 ക്വസ്റ്റ്യൻ എഴുതാൻ 150 മിനിറ്റും മാത്തമാറ്റിക്സിലെ 120 ക്വസ്റ്റ്യൻ എഴുതാൻ 150 മിനിറ്റുമാണ്. അതിൽ തന്നെ 72 ക്വസ്റ്റ്യൻസ് ആണ് ഫിസിക്സിനുള്ളത്, 48 ക്വസ്റ്റ്യൻസ് ആണ് കെമിസ്ട്രി ഉള്ളത്, 120 ക്വസ്റ്റ്യൻസ് മാത്തമാറ്റിക്സും. മറ്റൊരു കാര്യം അറിയേണ്ട കാര്യം, ഒരു എഞ്ചിനീയറിംഗ് അപ്പിയർ ചെയ്യുന്ന കാൻഡിഡേറ്റിനാണ് പേപ്പർ 1-ഉം പേപ്പർ 2-ഉം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. അതേസമയം ഒരു ബിഫാം അപ്പിയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പേപ്പർ 1 മാത്രം എഴുതിയാൽ മതിയാകും. പേപ്പർ 1-ൽ ഫിസിക്സ് കെമിസ്ട്രി മാർക്സിന്റെ ബേസിസിലായിരിക്കും നിങ്ങളുടെ മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുക. ഇനി ഒരു എഞ്ചിനീയറിംഗ് കാൻഡിഡേറ്റിലേക്ക് വരാം. ഒരു എഞ്ചിനീയറിംഗ് എഴുതുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ, എഞ്ചിനീയറിംഗ് എക്സാം അപ്പിയർ ചെയ്യുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ കീം സ്കോറും അതേപോലെ തന്നെ നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് എന്ന് പറയുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഈ 3 സബ്ജക്റ്റുകളുടെ മാർക്സിന്റെ വെയിറ്റേജും അതേപോലെ കീമിന്റെ നിങ്ങളുടെ സ്കോറിന്റെ വെയിറ്റേജും ഈക്വലൈസ് ആണ്. 50% രീതിയിലാണ്. കീമിന് നിങ്ങൾ എത്ര സ്കോർ ചെയ്യുന്നോ അതേപോലെ പ്ലസ് 2-ലെ ഫിസിക്സ് കെമിസ്ട്രി മാർക്സ് എത്രയുണ്ടോ അതിന്റെ ടോട്ടൽ ആയിരിക്കും എന്ത് ചെയ്യുക, നിങ്ങളുടെ കീമിൽ ടോട്ടൽ 600-ൽ സ്കോർ ആയിട്ട് വരിക. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ തന്നെയാണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ എക്സാംസ് നല്ലപോലെ എഴുതാൻ ശ്രമിക്കുക. ഇനി നമുക്ക് എക്സാം ഹാളിലേക്കുള്ള പ്രവേശനത്തിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. അതായത് 10 മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുക. അവർ പറയുന്നുണ്ട് കമൻസ്മെന്റ് ഓഫ് എക്സാം സ്റ്റാർട്ട്സ്, അതായത് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. നിർബന്ധമായും നേരത്തെ എത്തിച്ചേരണം. നിങ്ങൾക്ക് അതറിയാം. 30 മിനിറ്റിന് മുമ്പെങ്കിലും ഉറപ്പായിട്ടും എക്സാം ഹാളിൽ എത്തിച്ചേരണം. നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സെന്റേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അവിടെ കൃത്യമായി 30 മിനിറ്റിന് മുമ്പെങ്കിലും എന്തായാലും എത്തിച്ചേർന്നിരിക്കണം. പ്രിപ്പയർഡ് ആയിരിക്കുക. അവിടെ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ആ എക്സാമിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കയ്യിൽ കരുതേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് അഡ്മിറ്റ് കാർഡാണ്. അഡ്മിറ്റ് കാർഡിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും റോൾ നമ്പറും എല്ലാം നല്ല വൃത്തിയായി എഴുതിയിട്ടുണ്ടാവും. സോ അഡ്മിറ്റ് കാർഡ് പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കുക. മറ്റൊരു കാര്യം, ഒരു ബോൾ പോയിന്റ് പെന്നാണ്. ശ്രദ്ധിക്കുക, ബോൾ പോയിന്റ് പെൻ വേണം യൂസ് ചെയ്യാൻ. അവിടെ ബ്ലാക്കോ ബ്ലൂ ഇങ്കോ യൂസ് ചെയ്യാം. റെഡോ ഗ്രീനോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും OMR റീഡ് ചെയ്യില്ല. ബ്ലാക്ക് ഓർ ബ്ലൂ ശ്രദ്ധിക്കണം, അത് തന്നെ കൊണ്ടുപോകാൻ പാടുള്ളൂ. പിന്നെ ഒരു കാർഡ് ബോർഡാണ്. നിങ്ങൾക്ക് എക്സാംസ് അപ്പിയർ ചെയ്യാൻ OMR-ലൊക്കെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റും OMR-ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഒരു കാർഡ് ബോർഡിൽ ഇരുന്ന് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, എക്സാംസ് എഴുതാൻ സാധിക്കും. ഇതാണ് ഏറ്റവും പ്രധാനമായി അവിടെ കൊണ്ടു ചെല്ലേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം 30 മിനിറ്റിന് മുമ്പായി എക്സാം ഹാളിൽ എത്തിച്ചേരുന്നു, രാവിലത്തെ എക്സാംസ് എഴുതുന്നു, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് എക്സാം എഴുതുന്നു. അങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു ഫുൾ ഓർഡർ പോവുക. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഒരു നിങ്ങളുടെ വെർഷൻ കോഡ് എഴുതിയ ഒരു ഇതുണ്ടാവും, അത് ശ്രദ്ധിക്കുക. ആ വെർഷൻ കോഡ് തന്നെയാണ് നിങ്ങളുടെ ഇൻവിജിലേറ്റർ തന്നിരിക്കുന്ന നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അത് രണ്ടും മാച്ച് ചെയ്യുക. മാച്ച് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, അത് ഇൻവിജിലേറ്റേഴ്സിനെ അറിയിക്കുക. അതേപോലെ OMR-ൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുന്ന വീഡിയോസൊക്കെ നമുക്ക് ഉടനെ ചെയ്യാം. അപ്പം ഇപ്പം നിങ്ങൾ തൽക്കാലം നിലവിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് നല്ലപോലെ പഠിക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, എന്തൊക്കെ കൊണ്ടുപോകണം, ഈ കാര്യങ്ങളെല്ലാം കയ്യിൽ കരുതുക. അതേപോലെ തന്നെ എക്സാം പാറ്റേണിൽ നിരവധി പേര് ഇപ്പോഴും എങ്ങനെയാണ് എക്സാം പാറ്റേൺ എന്നുള്ള ഡൗട്ടുകൾ ചോദിക്കുന്നത്. അപ്പം അതിനു വേണ്ടിയാണ് നിർബന്ധമായും എക്സാം പാറ്റേൺ അറിഞ്ഞിരിക്കുക. അതേപോലെ നിങ്ങളുടെ ക്വാളിഫൈ മാർക്ക് കിട്ടണമെങ്കിൽ ആൻസർ ഷീറ്റിൽ OMR-ൽ ഒന്നും അറ്റ്ലീസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾ കീമിൽ ക്വാളിഫൈ ആവുള്ളൂ. അപ്പം ഒന്നും ബബിൾ ചെയ്യാതെയും പോകരുത്. മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാൻ ശ്രമിക്കുക. നെഗറ്റീവ് മാർക്ക് വരാതിരിക്കാൻ ശ്രമിക്കുക. നല്ലൊരു ഉയർന്ന റാങ്കിൽ തന്നെ കയറിപ്പെടാൻ ശ്രമിക്കുക.
അപ്പം ഇനി ഉള്ള ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ ചാനലിൽ നമ്മുടെ മാരത്തോൺ ലൈവുകളും അതേപോലെ നിങ്ങൾക്ക് ആവശ്യമായ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷനും ഒക്കെ ഉണ്ടാവും. അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും all the very best for those who are appearing for KEAM exam. Thank you.